വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഫീസ്റ്റ് ആണ്, അച്ചായത്തി ഫീസ്റ്റ്. എങ്ങനെ നോക്കും, ഇതൊരു അച്ചായൻ ഫീസ്റ്റ് അല്ല ഉണ്ടാക്കുന്നത്. ഇത് എവിടെ നിന്ന് വന്നു? അതായത് അപ്പത്തിന് കപ്പി കാച്ചുന്നത്, രാവിലെ അപ്പം ഉണ്ടാക്കുന്നത്, ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് എല്ലാം ലേഡീസ്. പിന്നെന്താ അച്ചായത്തി ഫീസ്റ്റ് എന്ന് പറയാത്തത്? ഇന്ന് അച്ചായത്തി ഫീസ്റ്റിന്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഗ്രേപ്പ് വൈനും അതിൻ്റെ കൂട്ടത്തിൽ 1 വർഷം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തുണ്ടാക്കിയ പ്ലം കേക്കും അതിൻ്റെ പുറത്തൊരു അലങ്കാരമാണ്. പിന്നീട് വന്നത് കോക്ടെയിൽ പ്രോൺസ് അല്ലെങ്കിൽ ക്രഞ്ചി പ്രോൺസ്. പിന്നീട് ചക്ക റാവിയോളി. പേര് കേട്ട് പേടിക്കണ്ട. കുണുങ്ങി 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 പോകുന്നത് എന്താന്ന് നോക്കി, നല്ല ചിക്കൻ കട്ട്ലറ്റും സവാളൊക്കെ ഇങ്ങനെ വിനാഗിരിയിലൊക്കെ ഇങ്ങോട്ട് നിരട്ടി. പിന്നീട് നിറങ്ങപ്പയുടെ ഒരു സ്പെഷ്യൽ പാൽക്കപ്പയും മീൻകറിയും. അയ്യോ, അങ്ങോട്ട് നോക്കിക്കേ, ആ ബീഫ് ഇങ്ങനെ വഴണ്ട് വഴണ്ട് വരിക കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ടെനിക്ക്. പിന്നീട് വെളിച്ചെണ്ണ വറുത്തെടുത്ത കറുത്തയാവൂലിതാണ്. അതിൻ്റെ പുറേ ക്യാരറ്റ് തോരൻ വന്നു, പൈനാപ്പിൾ പച്ചടി വന്നു, മോര് കാച്ചിയത് വന്നു, കടുമാങ്ങ വന്നു, 2 ഡെസേർട്ട്സും വന്നിട്ടുണ്ട്. കരിക്ക് പുഡിങ്ങും വാനില ബിസ്ക്കറ്റ് പുഡിങ്ങും എല്ലാം ഇവിടെ വിളമ്പിയിട്ടുണ്ട്. കാണാം. അച്ചായത്തി ഫീസ്റ്റിന് വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് ഒരു വൈൻ, ഗ്രേപ്പ് വൈൻ. പിന്നീട് 1 വർഷം സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചുണ്ടാക്കിയ പ്ലം കേക്ക്. ആഘോഷങ്ങൾക്ക് വൈനില്ലാതെ എന്ത് ആഘോഷമല്ലേ. ആദ്യം 1 മാസം മുന്നേ തന്നെ ഞാൻ വൈൻ ഉണ്ടാക്കി വെച്ചു. ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയുള്ളൂ. ഒരു 1/2 കിലോ ഗ്രേപ്സ് എടുത്തു. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അത് ചെറുതായിട്ടെടുത്തത് ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ. അതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നീട് 1/2 കിലോ ഷുഗർ. സാധാരണ ഞാൻ ഈ ഗ്രേപ്സ് ഇങ്ങനെ ക്രഷ് ചെയ്യത്തില്ല, നേരെ അങ്ങ് പൊളിച്ചിട്ട് അങ്ങ് ഇടത്തേ ഉള്ളായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയത് കുറച്ചുകൂടെ ഒരു വീര്യം വരുന്ന പോലെ എനിക്ക് തോന്നി. മറ്റേ രീതി എനിക്ക് ഇഷ്ടമായി. ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ചെയ്ത് നോക്കിയത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിനെ ഒരു ഭരണിക്കകത്തോട്ട് വെച്ചു. അതിനകത്തോട്ട് പൊടിച്ച ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പിന്നെ ഈസ്റ്റ്, പിന്നീട് 1 ടീസ്പൂൺ ഗോതമ്പ് മുഴുവനെ, പഞ്ചസാര വന്നു, ക്രഷ് ചെയ്ത് ഗ്രേപ്സ് വന്നു. പിന്നീട് തിളപ്പിച്ചറിച്ച് 1 ലിറ്റർ വെള്ളം അതും കൊണ്ട് ഒഴിച്ച്. പിന്നെ കളർ വരാൻ ചിലർ ബീറ്റ്റൂട്ട് ഇടാറുണ്ട്. പിന്നെ നമ്മളിത് ഫെർമെൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഷുഗർ ക്യാരമൽ ചെയ്തൊക്കെ ഇടാറുണ്ട്. അതൊന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് ആ ഒറിജിനൽ കളർ തന്നെ കിട്ടിക്കോട്ടെ. ആ ഗ്രേപ്സിനൊരു ഇളം പിങ്ക് ആയിരുന്നു, അതുകൊണ്ടാണ് ഈ ലൈറ്റ് കളറായത്. അങ്ങനെ തന്നെ കിട്ടട്ടെ എന്ന് ഓർത്തു. അങ്ങനെ 21 ദിവസം കഴിഞ്ഞ് നമുക്കിതിങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാം. ഞാൻ 28 ഡേയ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുത്ത് ഇവിടെ ഗ്രേപ്സ് വൈൻ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു ഇതുപോലൊരു കുപ്പിക്കകത്തോട്ട് വെച്ചു കേട്ടോ. ഇതാ കളർ കിട്ടിയത്. കളറൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തില്ല. എനിക്കിത് ഇങ്ങനെ മതിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പം അത്രയും ദിവസം ഞാൻ ഇത് മൂടി തന്നെ വെച്ച് കേട്ടോ. വൈനിൻ്റെ കൂട്ടത്തിൽ പ്ലം കേക്ക് ഇല്ലെങ്കിൽ എന്താഘോഷം. അതും ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ, വൈനും കേക്കും. ഞാൻ 1 വർഷം മുന്നേ തന്നെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇപ്പം മൈദയൊക്കെ തൂക്കി. ഇത് കേക്കിൻ്റെ റെസിപ്പി പറയണ്ടല്ലോ, ഒത്തിരി വീഡിയോസ് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ട്. എന്നിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുത്തു. 2 എണ്ണം ബേക്ക് ചെയ്തെടുത്തു. അതിൽ ഒരെണ്ണമാണ് എനിക്ക് ആവശ്യം, മറ്റേതൊരെണ്ണം ചെയ്തതേ ഉള്ളൂ.
അങ്ങനെ ചെയ്തെടുത്ത പ്ലം കേക്ക് ഇരിക്കും തോറും രുചി കൂടും കേട്ടോ. ഒരു മാസമൊക്കെ കഴിഞ്ഞാണ് ശരിക്കും മുറിക്കേണ്ടത്. പക്ഷെ ഞാൻ ഒരാഴ്ച എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അതിലൊരു ഫോണ്ടൻ്റ് ഐസിങ് ചെറുതായിട്ട് ചെയ്തു. ഇതെല്ലാം പെയിൻറ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ചെയ്തു. ഭയങ്കര എളുപ്പമാണ്, നല്ല ഭംഗി, സിമ്പിളാണ്, എന്നാൽ നല്ല രസമാണ് കാണാൻ. പാർട്ടിയിലെ താരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ഈ ക്രിസ്പി പ്രോൺസ് അല്ലെ കോക്ടെയിൽ പ്രോൺസ്. എനിക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം കേട്ടോ. അതിനൊരു പ്രത്യേക രീതിയിലാണത് സെർവ് ചെയ്തേക്കുന്നത്. സെർവ് ചെയ്യുന്നത് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. ആവശ്യമുള്ള എത്ര പ്രോൺസ് എടുക്കുക, ക്ലീൻ ചെയ്തെടുത്തതിൻ്റെ അകത്തോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക്, ക്രഷ്ഡ് പെപ്പർ, ടർമറിക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തു. പിന്നീട് കുറച്ച് ഓമയ്ക്കടപ്പൊടി, അത് അധികം ഇടല്ല, ഇച്ചിരി ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നീട് മെയിനായിട്ട് എടുക്കേണ്ട സാധനം കെല്ലോഗ്സ്. ഇത് ഒട്ടും മധുരമില്ലാത്ത കെല്ലോഗ്സ് എടുത്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ കോൺഫ്ലെക്സ് അതും ഒന്ന് ക്രഷ് ചെയ്തിട്ട്, ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട. പിന്നെ കോൺഫ്ലവർ, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ കലക്കി എടുത്തിട്ട് വയ്ക്കും. എന്നിട്ട് ഈ പ്രോൺസ് ഓരോന്നും അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി ഇങ്ങനെ എടുത്ത് വയ്ക്കും. നമുക്ക് എന്നിട്ട് അത് തലേന്നെടുത്ത് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാം, ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. കർമുറ പ്രോൺസ് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് സെർവ് ചെയ്യുന്നത് ചക്ക റാവിയോളി. റാവിയോളി ഇതൊരു ഇറ്റാലിയൻ ഡിഷല്ലേ, ആ ഒരു ലുക്കേ ഉള്ളൂ. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ നാടൻ ചക്കയടയുടെ വേറൊരു വെർഷൻ. നമ്മൾ അടയ്ക്കുണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കുന്ന പോലെ 1 കപ്പ് വെള്ളം തിളപ്പിക്കുക. അതിനകത്തോട്ട് ഞാനൊരു ചെറിയ പീസ് ബട്ടർ ഇട്ടു. 1/2 കപ്പ് പത്തിരിയുടെ പൊടി, അത് അല്ലെങ്കിൽ അപ്പത്തിൻ്റെ പൊടി, അതും ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതുപോലെ എടുക്കുക കേട്ടോ. പിന്നീട് നമ്മൾ ചക്കയൊക്കെ വഴറ്റി കുറച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് സോട്ട് ചെയ്യുക. പിന്നെ അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇടുക. എക്സ്ട്രാ മധുരമൊന്നും ഇട്ടില്ല. ആ ചക്കയുടെ അകത്ത് ഓൾറെഡി കുറച്ച് ശർക്കരയൊക്കെ ഉണ്ട്. ഏലക്കപ്പൊടി വേണമെങ്കിൽ ഇടുക കേട്ടോ. പിന്നീട് നമ്മൾ ആ റോൾ ചെയ്ത് വെച്ചേക്കുന്ന പത്തിരിയുടെ മാവ് പോലത്തെ മാവ് ചെറിയ ബോളാക്കി നമ്മൾ ഇതുപോലെ ഇതിലോട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. തിന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുന്നത്, പത്തിരി പോലെ തന്നെ ഏകദേശം പ്രസ് ചെയ്തെടുക്കുന്നത്. ഒത്തിരി വലുപ്പത്തിൽ വേണ്ടാന്നേ ഉള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് ചെയ്യണേ. ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി ഒരു ചെറിയ റൗണ്ട് എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്യുക. ചെറിയൊരു റൗണ്ടിലെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മൾ ആ ചക്കയുടെ മിക്സ് ചെറുതായിട്ടൊന്ന് വെക്കുക. അത് മറ്റേ സൈഡും കൊണ്ട് കവർ ചെയ്യുക. ഇത്രയുള്ളേ. അതിന് നമ്മൾ ആവിക്ക് വെക്കുക. സ്റ്റീം ചെയ്യാൻ വെക്കുമ്പം ഇച്ചിരി വാഴയില വെച്ചിട്ട് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടത്തുമില്ല. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ അടയ്ക്ക് ആവിക്ക് വെച്ചെടുക്കുന്ന പോലെ തന്നെ സ്റ്റീം ചെയ്തിട്ടെടുക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ് താഴെ സ്റ്റീം ചെയ്ത് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമ്മൾ സമോസ ചെയ്തില്ലേ, അതുപോലെ നമ്മൾ പ്രസ് ചെയ്തിട്ട് വെക്കുക. അത്രേ ഉള്ളേ. എപ്പോഴും കഴിക്കുന്ന രുചിയൊക്കെ തന്നെ, പക്ഷെ അതിനെ വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചക്ക റാവിയോളി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓരോ വാഴയിൽ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് സെർവ് ചെയ്യുന്നത്. അതും റെഡി. പ്രോൺസ്, ചക്ക റാവിയോളി. പിന്നീട് സെർവ് ചെയ്യേണ്ടത് കട്ട്ലറ്റാണ്. കട്ട്ലറ്റിന് വേണ്ടി അപ്പം നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ കട്ട്ലറ്റ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇച്ചിരി കുരുമുളക് ഇട്ട് വേണേൽ ചെറിയതായിട്ട് മീറ്റ് മസാല ഇടാം. ഒന്ന് വേവിച്ചെടുത്തു. ആ ബാക്കി വന്ന വെള്ളവും വറ്റിച്ചെടുത്തു. എന്നിട്ട് ആ ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില അതും ചോപ്പറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ. പിന്നെ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും കടുകിടല്ലേ. കടുകിടുമ്പോഴാണ് എനിക്ക് തോന്നിയേക്കുന്നത് നമ്മൾ കട്ട്ലറ്റ് വറക്കുമ്പോൾ സൈഡ് പൊട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരായിട്ടൊരു കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പിലയും ഒന്ന് സോട്ട് ചെയ്തു. അതൊന്ന് വഴന്ന് വരുന്നൊരു സ്മെല്ല് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് സവാള അരിഞ്ഞതൂടെ
ചെറുതായിട്ട് കൈ കൊണ്ടാണ് കൊത്തിയരിഞ്ഞത്. അത് ചോപ്പർ ഞാൻ യൂസ് ചെയ്യാറില്ല. അത് ഇട്ട് നല്ലപോലെ സോട്ടായി കഴിയുമ്പോൾ മിൻസ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ അതിടേണ്ടത്. അതിന് മുന്നേ നമ്മൾ ആ വെള്ളം വറ്റിച്ചതില്ലേ അതും കൂടി ഇട്ടു. ചിക്കൻ ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ വേണ്ടുന്ന മസാല ഇടണം. ചെറുതായിട്ടൊന്ന് ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല അതിടണം. നമ്മൾ കണ്ടമാനം സ്പൈസസ് ഇടുമ്പോൾ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് ആവുന്നത്. ആ ഗരം മസാല ഒരു ഇച്ചിരി ഇട്ടു. പിന്നീട് കുരുമുളക് പൊടി കുറച്ചിട്ടു. ഒരു നുള്ള് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടുക. ശരിക്കും ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ കുറച്ച് നേരം സോട്ട് ചെയ്യണം. ആ ചിക്കൻ്റെ അകത്തെ ആ വെള്ളം പോയി ഒന്ന് ഡ്രൈ ആകണം. അതെൻ്റെ കണക്ക്. മല്ലിയില ഇടാം. പിന്നെ ഒരു 2 പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. ചിക്കൻ ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/2 കിലോയുടെ ഫില്ല് ബോൺലെസ് ചിക്കൻ ആയിരുന്നു എടുത്തത്. അതൊന്ന് എടുത്തത്. പിന്നെ ഈ നമ്മൾ പൊട്ടറ്റോ നേരത്തെ വേവിച്ച് വെച്ചതും കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മാഷ് ചെയ്തെടുത്തു. ഇപ്പോഴത്തേക്ക് ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ശരിക്കും വറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഞാൻ ആ മാഷ് ചെയ്ത പൊട്ടറ്റോയും ഇട്ട് നല്ലപോലെ അത് എല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ മാഷ് ചെയ്ത് പിടിപ്പിക്കുക. അതെല്ലാം കൂടെ മിക്സായി വരുമ്പോഴാണ് അത് ശരിയാകുന്നത്. പൊട്ടറ്റോ ഒന്നും ഒട്ടും ഉടയാതെ കിടക്കല്ലേ. പല പല ഐറ്റംസ് ഉള്ളതുകൊണ്ട് വലിയ കട്ട്ലറ്റ് ഉണ്ടാക്കുക. ഞാനൊരു ഇച്ചിരി ചെറിയ കട്ട്ലറ്റ് ഉണ്ടാക്കി, മിനി കട്ട്ലറ്റ്സുകളാണ് ഉണ്ടാക്കിയത് കേട്ടോ. രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ട് നമ്മൾ ആ കട്ട്ലറ്റ് മുക്കിയെടുക്കുവാണേ. നിങ്ങൾക്ക് ഇതിന് പകരം ഉണ്ടല്ലോ വേണേൽ കോൺഫ്ലവറോ അല്ലെ മൈദയോ വെള്ളത്തിൽ കലക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പം ബ്രെഡ് ക്രംസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ പപ്പായയുടെ ക്രംസാണ്. അത് ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് മാത്രം മതി. നമുക്കങ്ങനെ ഓരോ കട്ട്ലറ്റ് മുട്ടയിൽ മുക്കി ആ ബ്രെഡ് ക്രംസിലോട്ട് റോൾ ചെയ്ത് നമുക്ക് സെറ്റാക്കി വയ്ക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് തലേന്നൊക്കെ ചെയ്ത് വയ്ക്കാവുന്ന എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ അങ്ങ് വറുത്താൽ മതിയല്ലോ ആ ദിവസം. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 25 കട്ട്ലറ്റ് എന്താണേലും കിട്ടുമെന്ന് തോന്നി. ഇനി കട്ട്ലറ്റ്സ് എടുത്തേക്കുന്നുണ്ട്. കട്ട്ലറ്റ്സുകൾ ഉണ്ടാക്കുമ്പം എനിക്കെപ്പോഴും കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ കയറി വരുന്ന കൂട്ടത്തിലാട്ടോ. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഒരു സ്പെഷ്യൽ ഫുഡ് വേണമെന്ന് പറയണമെങ്കിൽ അത് കട്ട്ലറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പൊടിയമ്മച്ചി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പൊടിയമ്മച്ചി പറയും കട്ട്ലറ്റ് ഉണ്ടാക്കാം, പക്ഷേ എനിക്കത് നിങ്ങൾ അരച്ച് തരണമെന്ന് പറയും. ചില പണ്ട് നമുക്ക് മിക്സ് ചെയ്യലല്ലോ, നമ്മൾ വേറൊരു മിക്സറുണ്ടല്ലോ, നമ്മൾ ഭിത്തിയിലല്ല ഷെൽഫേൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് വെന്ത മീറ്റ് അതിലിട്ട് അതിങ്ങനെ കറക്കി എടുക്കുക. മീറ്റ് കറക്കുന്ന ഒരു മണം വരും കേട്ടോ. അന്നേരം മട്ടനായിരുന്നു, ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കത്തില്ലായിരുന്നു. അല്ല സോറി, മട്ടനല്ല, ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചിക്കനും മട്ടനും വീട്ടിലുണ്ടാക്കത്തില്ലായിരുന്നു. അങ്ങനെ ആണ് നമ്മൾ വീട്ടിൽ ചെയ്തെടുത്തത്. പിന്നെ വിറകടുപ്പിൽ ആണ് നമ്മൾ പാത്രം വെച്ചിട്ട് ഇരുമ്പ് ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് അത് വാർത്തെടുക്കുന്നത്. അതിന് കിട്ടുന്ന ഒരു സ്മെല്ലും ടേസ്റ്റും ഇപ്പോഴത്തെ ഒന്നും കട്ട്ലറ്റിനില്ലാതെ എനിക്ക് തോന്നും കേട്ടോ. അങ്ങനെ കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരച്ചായത്തി സദ്യയല്ലേ, മീൻകറി നന്നായാൽ എല്ലാം നന്നായി എന്ന് വിശ്വസിക്കുന്ന ആളാട്ടോ. ഇത് കോട്ടയം സ്റ്റൈലെന്ന് തോന്നും, പക്ഷെ എന്നാ അല്ല. ഇത് ഞങ്ങളുടെ സ്വന്തം കുമ്മനാട് സ്റ്റൈല് മീൻകറി. ഞാൻ മറക്കാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന ഒന്നാണ് മീൻപുളി കേട്ടോ. ഏകദേശം 1 കിലോ മീനാണ് എടുക്കുന്നെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചുമന്നുള്ളി എല്ലാം കൂടെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അരച്ചിട്ടെടുക്കുക. എന്നിട്ട് വഴറ്റാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി അത്ര എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി 3 ടേബിൾ സ്പൂൺ, ചില്ലി പൗഡർ എരിവുള്ളത് 1 ടേബിൾ സ്പൂൺ, കുറച്ച് മഞ്ഞൾ. ഇത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളിയുടെ മിക്സില്ലേ അതിനകത്തോട്ടിട്ട് ഇളക്കി. പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. നെയ്മീനാണ് എടുത്തേക്കുന്നത്. ഏകദേശം 1 കിലോയും ഒരു ഇച്ചിരിയും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി വാരി എടുത്ത് വെള്ളമെല്ലാം വാലാൻ വെച്ചിട്ട് എടുത്തേക്കുവാണ്. കുമ്മനാട് സ്പെഷ്യൽ മീൻകറി എന്ന് പറയുന്ന വീഡിയോ ആണ് നിറങ്കഫയുടെ ഫസ്റ്റ് വീഡിയോ. അത് എൻ്റെ മമ്മി വന്നിട്ടാണ് എനിക്ക് ചെയ്തു തരുന്നത്.
ഒരു തവ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കടുക്, ഉലുവ ഇടും. ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉലുവ ഇടും. എല്ലാവരും ഉലുവ ഇടാറില്ല, പക്ഷെ ഞങ്ങളുടെ സൈഡിൽ സ്ഥിരമായിട്ട് ഉലുവ ഇട്ടേ മീൻകറി വയ്ക്കാറുള്ളൂ. പിന്നെ അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, കരിയാപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമ്മൾ നനച്ച് വെച്ചേക്കുന്ന മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് ശരിക്കും ഇച്ചിരി എണ്ണ തെളിയോ അല്ലെങ്കിൽ അത് മൂത്ത മണം വരുന്നിടം വരെ അത് വഴറ്റണം. മീൻകറിക്ക് എപ്പോഴും കല്ലുപ്പ് ഇട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ കല്ലുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് ഇട്ടു. പിന്നെ എടുത്ത് വെച്ചേക്കുന്ന പുളിയും ഇട്ട്, വെള്ളം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഒഴിക്കുന്നുള്ളൂ. പുളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ഞാൻ സ്റ്റൗവിൽ നിന്ന് അതങ്ങ് മാറ്റി, ഇച്ചിരി ചൂട് കൂടുതലുണ്ട്. എന്നിട്ട് ആ മീൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് ഇളക്കി നമ്മൾ പെട്ടെന്ന് ചട്ടിയിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ മീനിന് ഇച്ചിരി കല്ലിച്ചു പോകും. ഇങ്ങനെ ഒന്ന് ഇളക്കുക, പെട്ടെന്ന് മാറ്റുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, പുളി നമ്മൾ നേരത്തെ ഇട്ടു, ആ പുളിവെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ, ഞാൻ എപ്പോഴും ഇച്ചിരി വാം വാട്ടറാണ് ഒഴിക്കുന്നത്. അതൊന്ന് ചട്ടി അത് സോസ് പാൻ കഴുകി അതും കൂടെ അതിനകത്ത് ഒഴിക്കുക. ശരിക്കും നമ്മൾ മീനിട്ടേക്കുന്നതിൻ്റെ മോളി വരെ വെള്ളം വരണ്ട. ഇനി മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, അതൊന്ന് ചെറുതായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു. ഇനിയിപ്പം തിള വരട്ടെ. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 1/4 ടീസ്പൂണ് കായപ്പൊടിയുടെ. നിറങ്കഫയിലോട്ട് പോയി നോക്കിയാലുണ്ടല്ലോ, ഒരുപാട് സീ ഫുഡിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. പ്രോൺസ് ആയിട്ടും മീനായിട്ടും, മീൻ തലക്കറി, കുമ്മനാട് സ്പെഷ്യൽ ഫിഷ് കറി, ഒത്തിരി സീ ഫുഡ് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല പോലെ എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് ചെയ്യണേ. നിറങ്കഫയുടെ പാൽക്കപ്പയും ഈ മീൻകറിയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതാണ് ഞാൻ മുമ്പേ മീൻകറിയുടെ കൂടത്തി പറഞ്ഞ നിറങ്കഫയുടെ സ്പെഷ്യൽ പാൽക്കപ്പ. സാധാരണ പാൽക്കപ്പയ്ക്കകത്ത് കാന്താരിയോ ചുമന്നുള്ളിയോ ഇടാറില്ല, ഒരു പ്രത്യേക രീതിയിലെടുത്ത്. എനിക്കൊരു ഇച്ചിരി എരിവ് വരുമ്പോഴാണ് പാൽക്കപ്പയ്ക്ക് രുചി കൂടുന്ന പോലും. അങ്ങനെ ഒരു 1.5 കൈപ്പിടി ചുമന്നുള്ളി ചതച്ച് വെച്ചു. ഇത് കാന്താരി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം. പച്ചമുളകിനേക്കാളും ടേസ്റ്റ് കാന്താരി. ഒരു 7, 8, 9 അല്ല 10 എടുത്തു കാന്താരി ചതച്ച് വെച്ചു. ഒരു കപ്പ ഏകദേശം ഒരു 3 കിലോളം എടുത്തു. 3 കിലോ എടുക്കുമ്പോൾ ചിലപ്പം 2 കിലോയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു 12 പേർക്ക് 3 കിലോ ധാരാളം കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് വേവിച്ച് ഊറ്റിയെടുത്തു. അത് കഴിഞ്ഞ് ഞാനതൊരു തവയിലോട്ട് ഇട്ടതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. കുറച്ചുകൂടെ ഉടയണമായിരുന്നു, ഞാനൊന്ന് ഉടച്ചു. എന്നിട്ട് ഉടച്ചതിന് ശേഷം നടുക്കൊന്ന് കുഴി കുത്തിയിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചുമന്നുള്ളി, കാന്താരി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് പൊത്തി വെക്കണം. ആ ചുമന്നുള്ളി ഒന്ന് വെന്ത് വരണം, അതാണ് എൻ്റെ കറക്റ്റ്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ പൊത്തി വെക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഒന്ന് പൊത്തി വെച്ചാൽ മതി കേട്ടോ. ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഞാൻ എപ്പോഴും ഇതുപോലെ ഒരുപാട് കുക്കിംഗ് ഉള്ള സമയങ്ങളിൽ ഇതുപോലെ ടിൻഡ് ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് മിൽക്ക് മേടിക്കും കേട്ടോ. അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഒഴിച്ചു. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കേട്ടോ. നമുക്ക് എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ച് ഏകദേശം വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി നമ്മൾ തലപ്പാലല്ലേ ഒഴിക്കത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ലൂസിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ആ തേങ്ങാപ്പാൽ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ 2ാം പാലാണ് ഒഴിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എളുപ്പപ്പണി, ഒത്തിരി പണി വരുമ്പോൾ എളുപ്പപ്പണി വേണ്ടേ നമുക്ക്. അങ്ങനെ ഈ 2ാം പാൽ ഒഴിച്ച് അതൊന്ന് തിള വന്ന് നല്ലപോലെ ഇളക്കുക. എപ്പോഴും ഞാൻ ഇതിനും കല്ലുപ്പ് തന്നെ ഇടുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ കല്ലുപ്പ് ഇടുമ്പോഴാണ് ഒന്നുകൂടി നല്ലതായിട്ട് ഫീൽ ചെയ്തേക്കുന്നത്. ആവശ്യത്തിന് ഉള്ളതിനേക്കാളും ഒരു ഇച്ചിരി കൂടി ലൂസായിട്ടിരിക്കണം. നമ്മൾ കപ്പയല്ലേ, ഇരുന്നിട്ട് കുറച്ചുകൂടെ കുറുകുമല്ലോ. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നുകൂടെ തിള വന്നതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് ഉടയണമെന്ന് തോന്നി. അത് ഞാൻ വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ചു. ഒത്തിരി അങ്ങ് ഉടഞ്ഞങ്ങ് പായസം പോലെ പോലെ ചെറുതായിട്ട് ചെറിയ ഒരു കപ്പയുടെ വൈറ്റ് കിട്ടുകയും ചെയ്യണം. ഇനി നമുക്ക് 1ാം പാലൊഴിക്കാം. ഒരു 1/2 കപ്പ് ഒരു ആവശ്യത്തിനുള്ളത് കേട്ടോ. അതങ്ങോട്ട് ഒഴിച്ചു. വേണമെങ്കിൽ നമുക്കിവിടെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം. പക്ഷെ ഞാനിന്ന് കടുക് വറുക്കും കേട്ടോ. ഇച്ചിരി കടുക്, വറ്റൽമുളക്, ചുമന്നുള്ളി, കരിയാപ്പില നല്ലപോലെ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. വറുത്തിട്ടെടുക്കുക, എൻ്റെ മുകളിലോട്ട് വിതറുക. എന്നാ സ്മെല്ലും എന്നാ ടേസ്റ്റും എന്നറിയോ. ബീഫ് റോസ്റ്റ് ഓർത്തപ്പം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം തോന്നിയേ.
ആദ്യം തന്നെ കുറച്ച് കല്ലുപ്പ് പൊടിച്ച് വെച്ച് കേട്ടോ. പിന്നീട് കുറച്ച് സവാള എടുത്തു, ഒരു 400 ഗ്രാം, കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ട് നല്ല ഞെരടി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഈ ഒണിയനെ നമ്മൾ കാരമൽ ചെയ്യണം. പിന്നീട് എടുത്തു വെച്ചത് ഇന്ത്യൻ ബീഫാണ്. അതായത് ഞാൻ ഫുൾ റെസിപ്പി പറയുന്നില്ല, നിങ്ങൾക്ക് ഇത് നോക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിറങ്കപ്പയിൽ. പിന്നീട് മസാല എല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തേ. 1.5 കിലോ ബീഫ് കഴുകി വാരിയെടുത്ത് ആ മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് പ്രഷർ കുക്കർ ചെയ്തെടുത്തു. കുറച്ച് ഫാറ്റ് ഇട്ട് വേവിച്ചാലേ എന്നിട്ട് നമുക്ക് ആ ഫാറ്റ് എടുത്ത് മാറ്റാം, ആ ബീഫ് റോസ്റ്റിന് ടേസ്റ്റ് ആവത്തുള്ളൂ. അങ്ങനെ ബീഫിൻ്റെ അകത്ത് ആ വഴറ്റിയ മസാലയും കുറച്ച് വെളിച്ചെണ്ണയും കല്ലുപ്പും ഒക്കെ ഇട്ട് വേവിച്ചെടുത്ത് കേട്ടോ. പിന്നെ ഒരു തവ വെച്ചിട്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുത്തു. അതിനുശേഷം നമ്മൾ കാരമൽ ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് സവാള വെച്ചിട്ടില്ലേ, അത് കുറച്ച് കൊച്ചുള്ളി എല്ലാം ഇട്ട് ഇതുപോലെ ചെറിയ തീയിൽ കാരമലാക്കി എടുത്തു, ഒരു ഗോൾഡൻ കളറ്. ഇങ്ങനെ ചെയ്തെടുത്ത ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ ഉണ്ടല്ലോ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് തോന്നുന്നവരാണെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കണ്ടിട്ട് ചെയ്യാവേ. അതിനുശേഷം അതേ തവയിലോട്ട് തേങ്ങ കുറച്ച് വറുത്തെടുത്തു. അതിൻ്റെ അകത്തോട്ട് കുറച്ച് കൊച്ചുള്ളിയും കുരുമുളക് മുഴുവനെയും കരിയാപ്പിലയൊക്കെ ഇട്ടാണ് അത് വറുത്തെടുക്കുന്നത്. ഒടുക്കി വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ആ സെയിം തവയിലോട്ട് തന്നെ അതിടുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതൊന്ന് ചതച്ചിട്ട് വേണം ഇടാൻ. ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൂട്ടത്തിൽ കരിയാപ്പില എല്ലാം കൂടെ നമ്മൾ ആ ബീഫ് കറിക്കകത്തോട്ട് ഇടുക കേട്ടോ. ഇതൊക്കെ ഇനി വെന്തിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി വരണ്ട് വരുമ്പോഴാണ് ടേസ്റ്റ് ഇടുന്നത്. അത് ഇനിയും ചില ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. 1.5 കിലോ ഇന്ത്യൻ വീലാണ് എടുത്തേക്കുന്നത്. അതിന് 1 ടീസ്പൂൺ വിനീഗർ ഇട്ടു. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ അരച്ചെടുത്ത്, ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തത്. ഇനിയിപ്പം ആ കാരമലാക്കി വെച്ചേക്കുന്ന സവാളയും നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം, വെള്ളം ചേർക്കല്ലേ. തേങ്ങ വറുത്ത് പൊടിച്ചതും മറ്റേ സവാള കാരമൽ ചെയ്തത് പേസ്റ്റാക്കിയതും നമ്മൾ ആ ബീഫിൻ്റെ അകത്തോട്ടിടുവാണേ. വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും ഇട്ട് ഉപ്പ് ഈ സമയത്ത് നോക്കണം. ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ തേങ്ങ വറുത്തതിൻ്റെയൊക്കെ ഫ്ലേവറേ കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിനി ഇങ്ങനെ വെന്ത് വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് അടിപൊളി ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാകുന്നത്. നല്ല അടിക്കട്ടിയുള്ളൊരു പാത്രവും കുറച്ച് സമയവും കൂടുതലെടുക്കണം. നല്ല സമയം എടുത്ത ഇത് വഴറ്റി എടുക്കുന്നത്. ഞാൻ എൻ്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യം വേവിച്ച ആ നെയ്യുണ്ടല്ലോ അതെടുത്ത് മാറ്റിക്കളയുന്നുണ്ട്. നോക്കണേ, ഈ വെള്ളമെല്ലാം വറ്റി ഇനി ഈ ബീഫിൻ്റെ നിറം ഇങ്ങനെ മാറി മാറി വരും. ഇതുണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ ചെയ്തു വെച്ചു കേട്ടോ. എന്നിട്ട് ഞാനൊരു പാത്രത്തിലോട്ടാക്കി ഇച്ചിരി നിരത്തിയൊക്കെ ഇട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ അടച്ചു വെച്ചു. പിറ്റേന്ന് ഒരു 4 hours എങ്കിലും മുന്നേ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. പിന്നെ ഒന്നുകൂടെ തവ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, കരിയാപ്പില, കുരുമുളക് മുഴുവനെ, എന്നിട്ട് ബീഫ് ഇട്ടിട്ട് വീണ്ടും വഴറ്റി പിന്നെയും 1 മണിക്കൂറോളം ഇങ്ങനെ ചെറിയ തീയിലിട്ട് വഴറ്റി എടുത്ത് വന്നപ്പോഴത്തേക്ക് അയ്യോ, കണ്ടോ ബീഫിന്റെ കളർ ഇങ്ങനെ മാറി മാറി വന്നേക്കുന്നേ. ഇനി നല്ല ചൂടോട് വേണം പാടായി. എന്തെങ്കിലും ഒരു മീൻ വറുത്തത് വേണ്ടേ. ഇവിടെ കറുത്തയാവോലിയാണ് എടുത്തേക്കുന്നത്. 1 കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു തൂക്കം കേട്ടോ. അത് ഇതുപോലെ മുറിച്ചെടുത്ത് ഞാൻ സ്കിൻ മാറ്റി. അത് നിർബന്ധമൊന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാറ്റിയതേ ഉള്ളൂ കേട്ടോ. അതിങ്ങനെ നല്ലപോലെ കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി വാരിയെടുത്ത് വെള്ളമെല്ലാം കളഞ്ഞ് ഇനിയിപ്പം നമുക്കിതിന് ആവശ്യമുള്ള അരപ്പ് പുരട്ടാം. പൊതുവെ ഹോട്ടൽസിൽ അധികം കണ്ടുവരാത്ത ഒന്നാണ് കറുത്തയാവൂലി. പക്ഷെ ഇപ്പം ചിലയിടത്തൊക്കെ കാണുന്നുണ്ട്. ശരിക്കും നല്ല രുചിയായതിന്, ഭയങ്കര സോഫ്റ്റ് സ്കിന്നാണ്. അതിന് വേണ്ടുന്ന മസാലയ്ക്ക് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ ഉലുവ 1 നുള്ള്, കടുക് 1 നുള്ള്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, കുരുമുളക് മുഴുവന്, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനീഗറും വേണം കേട്ടോ. എന്നിട്ട് അരച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇടുക. എന്നിട്ട് അരച്ച് നമ്മൾ ഇനിയിപ്പോൾ ഫിഷിലോട്ട് പുരട്ടാനായിട്ട് പോവാം.
നമ്മൾ അരച്ചപ്പോൾ ഒരു നുള്ളു കടുകും ഒരു നുള്ളു ഉലുവ ഇട്ടിട്ടുണ്ട്, അത് ഇടാൻ മറക്കല്ലേ. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയെങ്കിലും പിഴി, ഞാൻ എപ്പോഴും വിനാഗിരി എടുക്കുന്നത്. അങ്ങനെ തിരിച്ചു മറിച്ചും എല്ലാം മസാലയെല്ലാം സ്പ്രെഡ് ചെയ്ത് നമുക്കിനി ഇത് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ടെടുക്കാം കേട്ടോ. ഇതെല്ലാം നമുക്ക് തലേന്നേ ചെയ്ത് വെക്കുന്നത്, അപ്പോൾ നമുക്ക് പണി എളുപ്പമാവുമല്ലോ. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കേട്ടോ, ആവോലിത്തലയും അളിയനും കൊടുക്കത്തില്ല എന്ന്. അത്രയ്ക്ക് ടേസ്റ്റാണെന്നാണ് പറയുന്നത് ഈ മീനിന്. ഇതിൻ്റെ തല ഞാൻ ഇതിൽ ചേർത്തില്ല, അത് മാറ്റി വെച്ചു. അത് പിന്നീട് എപ്പോഴില്ല എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാമല്ലോ, എടുത്തില്ല. ഇങ്ങനെ നല്ല നല്ല സ്ലൈസാക്കി ഇതുപോലും മീൻ വറുത്ത് വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അങ്ങനെ കുറച്ച് മസാല ബാക്കി വന്നു, അതിനകത്തോട്ട് ഞാൻ കരിയാപ്പല അങ്ങോട്ട് ഇട്ട് കേട്ടോ. അത് എന്നിട്ട് തൂത്തുവാരി ആ ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. ഈ ബ്രെഡ് ക്രംസ് ഞാൻ മേടിച്ചതാണ്, നിങ്ങൾക്ക് അല്ലാതെ വേറെ ബ്രെഡ് ക്രംസ് ആണെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് മേടിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയത്. അതും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മീൻ അങ്ങോട്ട് വറുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ആ എണ്ണയ്ക്കകത്തോട്ട് ഇതങ്ങോട്ട് ഇട്ടിട്ട് വറുത്ത് കോരി അങ്ങോട്ട് എടുത്ത് വയ്ക്കുക. എപ്പോഴും ഒന്നും ഇങ്ങനെ കഴിച്ചേക്കല്ലേ, വല്ലപ്പോഴും ഒക്കെ ആകുമ്പം കുഴപ്പമില്ല. എന്നാ ടേസ്റ്റാണെന്നറിയോ. നല്ല നമുക്കിത് ചെയ്ത് അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തോരൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പറയും ക്യാരറ്റ് തോരൻ കേട്ടോ. ഒരു 3 മിനിറ്റ് മതി അതെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചാൽ. ചോപ്പറിലോട്ടിട്ട് ക്യാരറ്റ് ഇടുക, കൊച്ചുള്ളി ഇടുക, പച്ചമുളക് ഇടുക, കരിയാപ്പില ഇടുക, തിരുമ്മിയ തേങ്ങ മുഴുവനായിട്ട് ഇടുക, വേണമെങ്കിൽ ജീരകം ഇച്ചിരി ഇട്ടോ, ഇച്ചിരി വെളിച്ചെണ്ണ ഇടുക, ഉപ്പ് ഇടുക, എല്ലാം കൂടെ ഒന്ന് ഞെരടി പിടിപ്പിച്ച് അവിടെ പൊത്തി വയ്ക്കുക, അടച്ച് വയ്ക്കുക. ഒരു 3 മിനിറ്റ് താഴെ മതി അത് വെന്ത് വരാൻ. അങ്ങനെ തോരൻ റെഡി. പിന്നീട് നമുക്ക് ഇച്ചിരി പൈനാപ്പിൾ പച്ചടി എടുക്കാം കേട്ടോ. ഇതുപോലെ ടിൻഡ് പൈനാപ്പിളാണ് എടുക്കുന്നത്. അത് ഒരു വലിയ ബോക്സ് എടുത്തു, ചെറുതെടുത്താലും മതി, എനിക്ക് വലുതാക്കി കിട്ടിയത്. അത് ഈ റിങ്സ് ഞാനിങ്ങനെ ചെറുതായിട്ട് മുറിച്ചു കേട്ടോ. അത് മുറിച്ചതിൻ്റെ അകത്തോട്ട് ഇനി ചെറിയ മധുരമുണ്ട്. ആ വെള്ളം ഞാൻ എടുത്തില്ല, റിങ്സ് മാത്രമേ എടുത്തുള്ളൂ. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചു. ഇത് വെന്തതാണ്, എന്നാലും ഒന്ന് വേവിക്കുന്നത് നല്ലതാണ്. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൊച്ചുള്ളി, ഒരു പൊടിക്ക് ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില എല്ലാം അരിഞ്ഞവിടെ വെക്കുക. പൈനാപ്പിൾ ഇപ്പം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, പൗഡർ, അത് കലക്കി ഒഴിച്ചാലും മതി. ഞാനത് കോക്കനട്ട് മിൽക്കായിട്ട് മേടിക്കാൻ കിട്ടും, ഈസ്റ്റേൺ ആണെന്ന് തോന്നുന്നു. അത് ഞാൻ ഒരു പൊടിക്ക് ഒഴിച്ചു കേട്ടോ. പിന്നെ അടുപ്പയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് തൈരും കൂടെ ഒഴിച്ചു. ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഓഫ് ചെയ്തു. ഇനി നമുക്ക് കടുക് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് കടുക് വറക്കുന്നത്. കടുക്, ഒരു നുള്ളു ഉലുവ, വറ്റൽമുളക് ഇടണം, ഞാൻ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ആ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളും എല്ലാം കൂടെ വഴറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്ന പച്ചടിയുടെ പുറത്തോട്ടിടും. ഒരു സൂപ്പർ അടിപൊളിയായിട്ടുള്ള പച്ചടി ഇവിടെ റെഡി. കുത്തിരിച്ചോറ്, മീൻകറി, ബീഫ് റോസ്റ്റ്, കട്ട്ലറ്റ്, ഇതിനൊക്കെ ബെസ്റ്റ് മോര് കാച്ചിയത് തന്നെയാണ് കോമ്പിനേഷന്. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമോരെടുക്കുന്നുണ്ട്. പച്ചമോരിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ല, ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും കാന്താരിയാണ് നല്ലത്, കരിയാപ്പിലയൊക്കെ ഇട്ട് അത് ഇച്ചിരി നേരത്തെ വയ്ക്കുക. ഊണെല്ലാം കഴിഞ്ഞിട്ട് ഒരു 1/2 ഔൺസ് പച്ചമോരൊന്ന് കുടിക്കുക, ഡൈജഷന് നല്ലതാണ്. മെനു സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മറന്നോ എന്ന് ചോദിച്ചാലും പറയും പപ്പടം കേട്ടോ. ഞാൻ പറയുന്നത് പപ്പടം ഇങ്ങനെ മുഴുവനേ വറുത്ത് വയ്ക്കാതെ ഇങ്ങനെ സ്ട്രിപ്സ് ആക്കിയിട്ട് ഒന്ന് വറുത്ത് വയ്ക്കുക. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഭംഗി. ഇനി നമ്മൾ ചെയ്യുന്ന ഡെസേർട്ട്സ് ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 24 hours മുന്നേ ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, തണുത്താൽ മാത്രം മതി. എന്നാലും 24 hours മുന്നേ ചെയ്ത് വെച്ചാൽ ബെസ്റ്റ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ, എന്നാലും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞതാണേ. ഈ കണ്ട സാധനങ്ങൾ അത്രയാണ് വേണ്ടുന്നത്. മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചു. അതുപോലെ മാൾട്ടോസിൻ്റെ അത് ഉണ്ടെങ്കിൽ നല്ല, ഇല്ലെങ്കിൽ വിട്ടേക്ക്. അതും ഞാൻ ഇതുപോലെ പൊട്ടിച്ചിട്ട് വെച്ചേ. പിന്നീട് കുറച്ച് സ്ട്രോബെറി എടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ട് വെച്ചു. ശരിക്കും ആ മധുരത്തിൻ്റെ ഇടയ്ക്ക് ഈ സ്ട്രോബെറിയുടെ ഒരു പുളിയുണ്ടല്ലോ, അത് വരുമ്പോൾ പ്രത്യേക രസമാണ് കേട്ടോ. പിന്നീട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പിന്നീട് 1/2 ലിറ്റർ താഴെ, അതിൻ്റെ ഒരു 3/4% എടുത്തിട്ടുള്ള തണുത്ത പാലെടുക്കണേ.
പിന്നീട് ഈ ഫ്രോസ്റ്ററിൻ്റെ വാനില കസ്റ്റേർഡ് പൗഡർ അതൊരു പാക്കറ്റ് ഫുള്ളായിട്ട് അതിനകത്തോട്ടിട്ടു. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിൻ്റെ അകത്തൊരു കാരമലിൻ്റെ സ്ലാഷ് ഉണ്ട്, അത് മാറ്റിയിരുന്നോട്ടെ. ഒരു ഇച്ചിരി വാനില എസൻസും കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ വീണ്ടും ബീറ്റ് ചെയ്യും. എന്നിട്ട് ഈ ബീറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിക്സും വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സും ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വീണ്ടും എഗ് ബീറ്റർ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ബീറ്റ്. അപ്പം ശരിക്കും നല്ല പതഞ്ഞ് നല്ല രസമായിട്ട് വരും. കണ്ടോ, നല്ല കുറുകിയ പരുവത്തി വരുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ, പാല് നമ്മൾ തണുത്ത പാലാണ് എടുത്തത് ആ വാനില കസ്റ്റേർഡുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. ഞാനിങ്ങനെ ഒരേപോലത്തെ ഡെസേർട്ട് കപ്പ് ഒരു 10-12 മേടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പോസിബിൾ കപ്പ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും, അതെടുക്കാമേ. ഞാൻ അതിൻ്റെ അകത്തോട്ട് വാനിലയുടെ കവറിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു കാരമൽ സിറപ്പ് ഇച്ചിരി ഇട്ടു ആദ്യം, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വാനിലയുടെ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു. പിന്നെ കുറച്ച് സ്ട്രോബെറിയും മാൾട്ടോസ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കുറേശ്ശെ ഇടുക, എല്ലാം റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ അടച്ചു വെക്കണം. ശരിക്കും അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ റെസിപ്പി കാണണമെങ്കിൽ ചാനലിലോട്ട് പോയി നോക്കിയാൽ മതി. ഇതുപോലെ ചെറിയ കപ്പിലാണെങ്കിൽ നിങ്ങൾക്കൊരു 25 പേർക്ക് സെർവ് ചെയ്യണമെങ്കിലും ഈ ക്വാണ്ടിറ്റി എടുത്താൽ മതി. എനിക്ക് അത്രയും പോർഷൻസ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കപ്പിൽ സെറ്റ് ചെയ്തു. ബാക്കി ഞാൻ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി ഐസ്ക്രീമാട്ടോ. കുറച്ച് മിക്സ് ബാക്കി വന്നിട്ടുണ്ട്, അത് ഞാനൊരു ട്രേക്കകത്തോട്ടിട്ടു. ആ പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റും ഉണ്ട്, അതും അങ്ങോട്ടിട്ട് ഇതും ഇട്ടു. ശരിക്കും ഇത് സെറ്റായി വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന തരത്തിൽ നമ്മൾ ലണ്ടൻ ഡയറിയുടെയൊക്കെ ചില ഫ്ലേവർ കഴിക്കുന്നതിൻ്റെ ഒരു ഇത് തോന്നും. ശരിക്കും വിശ്വസിക്കുക, ഒന്നോട്ട് നോക്ക്. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇതിനകത്ത് ബിസ്ക്കറ്റും കസ്റ്റേർഡും മാത്രം ഇട്ടാൽ മതി, സ്ട്രോബെറി ഇടല്ലേ. ഇത് നമുക്ക് തലേന്ന് തന്നെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വയ്ക്കാം. ഒന്ന് ഫോയിൽ പേപ്പർ വെച്ച് അടച്ചിട്ട് വെക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രെയിലോട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നതിനേക്കാളും ഭംഗിയാണ് ഓരോരോ കപ്പിൽ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങളുടെ അഭിപ്രായം പറയണേ. 2 ഡെസേർട്ട്സ് ആണ്, അതിലൊന്നാണ് കരിക്ക് സൂഫ്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ ഒന്ന് പരീക്ഷിച്ച് ചെയ്തത്, പക്ഷേ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ടായിരിക്കണം. ഈ ജലാറ്റിനൊക്കെ ഇട്ട് അതങ്ങ് കട്ടിക്കാവല്ലേ കരിക്കിൻ്റെ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു 10 ഗ്രാം ജലാറ്റിൻ ഞാൻ എടുത്തിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളമായിട്ട് 1/4 കപ്പ് വെള്ളമായിട്ട് കലക്കി അവിടെ വെച്ചു. അതവിടെ മാറിയിരിക്കട്ടെ. ഈ കാണുന്ന ഒരു ചെറിയ പാക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ആണ്. അതായത് ഒരു 10 ഗ്രാം. ആ ജലാറ്റിൻ്റെ അകത്തോട്ട് ഒരു 1/4 കപ്പ് ചെറിയ വാം വാട്ടറാണ് ഒഴിക്കുന്നത്. അതവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. എന്നിട്ട് 2 കരിക്ക് ഞാൻ മേടിച്ചു. പൊട്ടിച്ചെടുത്തപ്പോൾ എനിക്കൊരു 3 കപ്പേ കിട്ടിയുള്ളൂ കേട്ടോ. ശരിക്കും വേണേ 10 ഗ്രാം ജലാറ്റിന് 2 കപ്പ് വെള്ളം മതി. അപ്പം കുറച്ച് തേങ്ങാ വെള്ളം മതി. അപ്പോൾ ഹാർഡായിട്ട് കിട്ടും. എനിക്ക് ഇച്ചിരി ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കരിക്ക് പുഡിങ് വേണം. അതുകൊണ്ട് ഞാൻ 3 കപ്പ് എടുത്തേ. 3 കപ്പ് കരിക്കും വെള്ളം എടുത്തു. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ജലാറ്റിൻ ഉണ്ടല്ലോ, അത് ഞാൻ എടുത്ത് ഇതിൻ്റെ അകത്തോട്ടിട്ടു. അപ്പം ഒത്തിരി മെൽറ്റായിട്ടില്ല. ഇതിന് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്നുകൊണ്ട് ചൂടാക്കുമല്ലോ, അതുകൊണ്ട് അന്നേരം മെൽറ്റ് ആയിക്കോളും. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി വെച്ചേ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ട് വരുമോന്നേ. പിന്നീട് ഈ കരിക്കും വെള്ളവും ജലാറ്റിനും കൂടെ കൂടിയ മിക്സ് ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ ജലാറ്റിൻ വെള്ളം മെൽറ്റ് ആവണമെങ്കിൽ ഇടാം. ശരിക്കും കരിക്കിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം ഇപ്പം ഈ ഇടുന്ന പഞ്ചസാര. ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെ. അന്നേരം എനിക്ക് ഒന്ന് മധുരം കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇട്ടു, ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടു. നിങ്ങൾക്കത് ടോട്ടൽ 3 ടേബിൾ സ്പൂണോ 4 നിങ്ങളുടെ കരിക്കും വെള്ളത്തിൻ്റെ മധുരം അനുസരിച്ച്. ഒന്ന് ചൂടായപ്പോൾ ഞാൻ അടുപ്പത്തൊന്ന് മാറ്റി. ഇനി ഇത് ഞാൻ അരിച്ചിട്ടാണ് ഒഴിക്കുന്നത്. എന്തെങ്കിലും അതിനകത്ത് അലിയാതിരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം. അങ്ങനെ അത് മാറ്റി. ഇപ്പം ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു ഇച്ചിരി കളറായിക്കോട്ടെ എന്ന് തോന്നി ഞാൻ അതിനകത്തോട്ട് ഒരു ചെറിയ ടിന്ന് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കേട്ടോ.
ശരിക്കും ഇതൊക്കെ ഒഴിക്കുമ്പോൾ എനിക്ക് സംശയം, ദൈവമേ ഇത് സെറ്റായി വരുമോ ഇല്ലെങ്കിൽ എന്തും എടുക്കും എന്നോർത്ത്. പക്ഷെ എന്നാലും എനിക്കൊന്ന് അതൊന്ന് പരീക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തു വെച്ചു. പിന്നെ 2 കരിക്കിന്നും എനിക്കൊരു ഇച്ചിരി ആ ഫ്ലഷ് കിട്ടി കേട്ടോ. അതും നല്ല കരിക്കിൻ്റെ എളുപ്പമായിട്ടുള്ള ആ ഫ്ലഷ് കിട്ടി. അത് എനിക്ക് ഭയങ്കര സക്സസ് ആയിട്ട് തോന്നി കേട്ടോ. ആ ജെല്ലി കഴിക്കുമ്പോൾ കരിക്കിൻ്റെ കാമ്പിൻ്റെ ആ ഒരു ചെറിയ ബൈറ്റ് കിട്ടുമ്പോൾ അത് നന്നായിട്ട് തോന്നി. കരിക്കും കൂടെ ഞാൻ അതിൻ്റെ അകത്തോട്ടിടും. അപ്പോഴത്തേക്ക് നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളം ചൂടാറിയിട്ടുണ്ട്. ചൂടിൻ്റെ അകത്തോട്ട് കരിക്കിടണ്ട കേട്ടോ. അങ്ങനെ കരിക്ക് വിട്ട് ഇളക്കി ഇത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഞാനതെടുത്ത് ഇനി ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക. നമ്മളിത് എന്ന് സെർവ് ചെയ്യുന്ന ആ ദിവസം ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തു. ഞാൻ മാക്ടോപ്പിൻ്റെ ആണ് എടുത്തത്. അതുപോലെ വേറൊരു വിപ്പിംഗ് ക്രീം എടുത്തു. ഇതിന് മധുരം കുറവ്, മാക്ടോപ്പിന് മധുരമുണ്ട്. 2ൻ്റെ ഒരു 100 ml വെച്ചെടുത്തു. എഗ് ബീറ്റർ വെച്ച് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. വലുതായിട്ട് അങ്ങ് ഫ്ലഫി ഒന്നും ആകേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതാണിത്. എന്നിട്ട് കുറച്ച് സമയം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. കണ്ടോ, ആ വിപ്പിംഗ് ക്രീം ഒന്ന് മധുരം ഇല്ലാത്ത ഒന്ന് കുറച്ച് മധുരം ഉള്ളതും കൂടെ മിക്സ് ചെയ്യുമ്പം നല്ലൊരു മധുരം വരും. അത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജ് വെച്ച് തണുത്തു. അതാണ് ഞാൻ ബൗളിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നത്. ഇത് സെർവിങ് ബൗള്. നമ്മൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ബൗളിൻ്റെ അകത്തോട്ട് സെർവ് ചെയ്ത് വയ്ക്കാം. എല്ലാവരും പറയും ജെല്ലി 6 hours ഇങ്ങോട്ടാകുന്നു. അത് നമ്മൾ ഈ ചില റെഡിമെയ്ഡ് ജെല്ലിയുടെ പൗഡറൊക്കെ മേടിച്ച് മിക്സൊക്കെ ചെയ്താൽ ചിലപ്പോൾ ആവുമായിരിക്കും. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 24 hours എടുക്കണം. നോക്കിയേ, ഡാൻസിങ് ഗേൾ പോലെ കരിക്കിൻ്റെ പൊടിക്ക് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു വരുന്നത്. നമുക്ക് ഒരു 2 hours ഒക്കെ മുന്നേ ഇത് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എപ്പോൾ സെർവ് ചെയ്യുന്നോ അതിന് മുന്നേ സെറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ ആ മനസ്സിൽ കണ്ട കരിക്ക് പൊടിഞ്ഞ്. നമ്മളിങ്ങനെ സ്പൂണിലെടുക്കുമ്പോൾ അതിങ്ങനെ ഡാൻസ് കളിക്കണം. സത്യത്തിൽ ഞാൻ പേടിച്ചു ഇത് സെറ്റാകുമെന്ന് കേട്ടോ. എനിക്ക് സെറ്റായി വരുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ വേണം, അല്ലാതെ നമ്മൾ കുറച്ച് ജെലാറ്റിൻ കൂടുതലിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ഷേപ്പിൽ കരിക്ക് പൊടിഞ്ഞ് കിട്ടും. പക്ഷെ അതിനെ കൂടെ ടേസ്റ്റ് പോരാ. കരിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയോ, ശരിക്കും ഇഷ്ടപ്പെടും. നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു മധുരം നമ്മളിങ്ങനെ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ത്രോട്ടിൽ കൂടി ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരു ഫീലാണേ. തലേന്ന് രാത്രി തന്നെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ചെറിയൊരു അറേഞ്ച്മെൻറ്റും ചെയ്തു. സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയെല്ലാം ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം. പ്രോൺസ്, കട്ട്ലറ്റ്, ഫിഷ് അന്നേ ദിവസം രാവിലെ തന്നെ ഏകദേശം ഒരു 4 മണിക്കൂർ മുന്നേ തന്നെ ഫ്രീസറിൽ നിന്ന് എല്ലാം എടുത്ത് പുറത്ത് വെച്ചു. അതായത് കട്ട്ലറ്റ്സ്, ഫിഷ്, പ്രോൺസ് എല്ലാം. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ വല്ലതും മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ശരിക്കും അച്ചായത്തി ഫേസ്റ്റിൽ കട്ട്ലറ്റ് ഇല്ല ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. ഉറപ്പായിട്ട് ഉണ്ടാക്കേണ്ട ഒന്നാണ് കട്ട്ലറ്റ്. കട്ട്ലറ്റും ഒണിയൻ സാലഡ്. പണ്ട് കാലങ്ങളിൽ സവാള വിനാഗിരിയോ അല്ല നാരങ്ങയിട്ട് ഞെരടിയിട്ട് കട്ട്ലറ്റ്, ആ കാലങ്ങളിലൊക്കെ ചിക്കൻ കട്ട്ലറ്റ് അല്ല ബീഫാണ്. ആ ബീഫും ആ ഒണിയൻ സാലഡും അങ്ങോട്ട് കൂട്ടി കഴിക്കുമ്പം കിട്ടുന്നൊരു ഫീല് നമുക്ക് പലപ്പോഴും ഓർമ്മയിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു കോമ്പിനേഷനല്ലേ അത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് കട്ട്ലറ്റാണ് ഏറ്റവും ഇഷ്ടം? ചിക്കൻ, മട്ടൻ, ഫിഷ്, ബീഫ്, പ്രോൺസ്, ഇതിനെല്ലാം കട്ട്ലറ്റ് വെറൈറ്റികളുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും ഒത്തിരി നേരത്തെ വറുത്ത് വയ്ക്കല്ലേ. കുറച്ച് മുന്നേ, ഗസ്റ്റൊക്കെ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ മാത്രം ഫ്രൈ ചെയ്യുന്നതാണ് ബെസ്റ്റ്. ഇനി നമുക്ക് കർത്തയാവൂലി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നത്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കുറച്ച് കരിയാപ്പില ഇടാം, കുരുമുളക് മുഴുവനെ ഇടാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് മീനൊക്കെ വെച്ചിട്ട് വറക്കാം. ഈ എല്ലാ തിരക്കുകളോട് വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പാർട്ടി വ്ളോഗായിട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒരു റെസിപ്പി ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ മേല. ഡീറ്റെയിൽഡ് റെസിപ്പികൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നോക്കിയേ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാവേ.
ആവോലിത്തലയും അളിയനും കൊടുക്കത്തില്ല എന്നാണ് ചൊല്ല്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നെയ്മീനിനെക്കാളും രുചിയാണ് ഈ കറുത്ത ആവോലി ഒന്ന് വറുത്ത് കഴിഞ്ഞാലൊക്കെ. ഫിഷ് എല്ലാം വറുത്തെടുത്തതിന് ശേഷം ആ ബ്രെഡ് ക്രംസ്, ആ കരിയാപ്പില എല്ലാം കൂടെ ഒരു മസാല വെച്ചിട്ടില്ലായിരുന്നു, അതും വറുത്തെടുത്തു കേട്ടോ. എന്നാ സ്മെല്ലാന്നറിയോ ഇപ്പം എൻ്റെ കിച്ചണിൽ. ലൂണയുടെ നിപ്പ് കണ്ടോ? അടുക്കള കയറ്റുന്നുമില്ല, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുമുണ്ട്. ഞാൻ ഇറങ്ങാൻ പോവാന്നുള്ള മട്ടിലൊരു പോക്കും. അങ്ങനെ ഓരോന്നായിട്ട് മേശപ്പുറത്തോട്ട് സെർവ് ചെയ്ത് വയ്ക്കുകയാണ്. രാവിയോളി വന്നു, ചിക്കൻ കട്ട്ലറ്റ് വന്നു, അതിൻ്റെ പുറേ ഫിഷ് ഫ്രൈ വന്നു. അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി ഓരോന്നും ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. കുത്തിരി ചോറ് വെച്ചിട്ടുണ്ട്, പച്ചടി, തോരൻ, മാങ്ങാപ്പിക്കള്, പച്ചമോര്. ഇനി നമുക്ക് പ്രോൺസ് ഓരോന്ന് വറക്കാം കേട്ടോ. അതും ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തത്. ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് മൂത്ത് ബ്രൗൺ കളറായി പോകും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഏത് റെസിപ്പി കാണിച്ചാലും സൈഡിൽ ബീഫ് റോസ്റ്റ് അടുപ്പത്ത് ചെറിയ തീയിൽ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. പ്രോൺസിന് വേണ്ടി ഒരു ഡിപ്പ് എടുക്കുകയാണ്, പിക്കിൾഡ് കുക്കുംബറും മയോണൈസും കൂടെ. സെർവ് ചെയ്യുമ്പം ചെറിയൊരു ട്വിസ്റ്റ്, നമ്മൾ പഫ് പേസ്ട്രി ഉണ്ടല്ലോ അത് മേടിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്തു, അതിലൊന്ന് എഗ്ഗ് വാഷ് ചെയ്തിട്ട് നമ്മളത് ബേക്ക് ചെയ്തെടുത്തു. ചെറിയൊരു പഫ് പേസ്ട്രി ഒന്ന് റോൾ ചെയ്തിട്ട് അത് 3ആയിട്ട് മുറിച്ചായിരുന്നേ. ബേക്കിംഗ് ടൈം ഏകദേശം ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്തേ. ഇതുപോലെ പഫ് പേസ്ട്രി വെച്ച് ഡിപ്പ് എൻ്റെ മോളിൽ വെച്ച് പ്രോൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യും. ഇപ്പം പറഞ്ഞ ഓരോ ക്വാണ്ടിറ്റിയും ഏകദേശം ഒരു 12 പേർക്ക് സെർവ് ചെയ്യാനുണ്ട് കേട്ടോ. പാർട്ടിയിലെ സ്റ്റാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രോൺസ് എന്ന് പറയും. വെറുതെ പ്രോൺസ് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാതെ അടിയിലെ ബേസൊക്കെ വെച്ച് അതങ്ങോട്ട് സെർവ് ചെയ്യുമ്പോൾ ക്രൗണൊക്കെ വെച്ച് ആരോ ഇരിക്കുന്ന ഒരു ഫീലാണ്. അത്രയ്ക്ക് ഗമ്മിക്കാണ് പ്രോൺസിന്റെ ഇരിപ്പ്. എല്ലാവരും എന്നെ ഓരോന്ന് പറഞ്ഞ് ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഞങ്ങളുടെ വീട്ടിലെ വലിയേട്ടനും ഇത് ഞങ്ങളുടെ മൂത്ത ചേട്ടനും. ഇതിനെ അങ്ങോട്ട് മാറ്റാം, അവിടെ വെക്കണേ, ഇതിനെ അങ്ങോട്ട് എന്നെ കൂടെ കിട്ടും. എല്ലാം സെറ്റായി, ഇനി ഡെസേർട്ടും കൂടെ സെറ്റാക്കിയാൽ മതി. കേക്ക് കൊണ്ടത് വയ്ക്കാം. കേക്കും അതിൻ്റെ കൂടെ വൈനും. ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കേഷനിൽ ഇതിലേതെങ്കിലുമൊക്കെ റെസിപ്പി നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി സെലിബ്രേഷനാണ്. അപ്പം വീണ്ടും കാണാം, ബൈ. ഈ വീഡിയോ ഇവിടെ നിർത്തിക്കോട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.